കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബീഫ് കപ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 3 ഏലക്കയും 2 മാഗി ക്യൂബ്സ്, പിന്നെ പട്ട, ഗ്രാമ്പു, കുരുമുളക്. ഇത് 3 ടൊമാറ്റോ അരച്ച് വെച്ചിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് അതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 250-ൻ്റെ കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള വഴറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. പച്ചമുളക് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഞാനൊരു മീഡിയം ടൈപ്പ് ടൊമാറ്റോ 3 എണ്ണമാണ് എടുത്ത് അരച്ച് വെച്ചിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ, അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാഗി ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യൂബ്സ് നിങ്ങൾ 2 എണ്ണം ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, 1 എണ്ണം മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമാകും, കുറച്ച് കൂടുതലുണ്ടെങ്കിലും ഇഷ്ടമാകും. പക്ഷേ നമ്മൾ വലിയവർക്ക് അതിൻ്റെ ഒരു ഇത് കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അപ്പോൾ നിങ്ങൾ 1 എണ്ണം യൂസ് ചെയ്താലും മതിയാകും. എന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ് കപ്സ മസാല പൗഡർ. അപ്പോൾ അത് ഒരു 2 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ പൊടിയുടെ എല്ലാം ഒരു പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കിലോ ബീഫാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഈ അരപ്പിൻ്റെ അകത്ത് നല്ലതുപോലെ നമ്മുടെ ബീഫിനെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ അരപ്പെല്ലാം ബീഫിൻ്റെ പീസിലൊന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അരപ്പ് ഫുൾ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു 4 വിസിലൊക്കെ ആകുമ്പോൾ തന്നെ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ബീഫിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബീഫ് ഇളത് ബീഫ് ആയതുകൊണ്ടിട്ട് തന്നെ 4 വിസിൽ വരുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി അതല്ല നിങ്ങൾ എടുക്കുന്ന ഇച്ചിരി ഇതായിട്ടുള്ള ബീഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ.
എന്നാലും ഓവർ കുക്കാകാൻ പാടില്ല. നമ്മൾ കപ്സയ്ക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ബീഫ് ഓവർ കുക്കാകാറില്ല. അപ്പോൾ ദേ ഇവിടെ എനിക്ക് അടിപൊളിയായിട്ട് തന്നെ എൻ്റെ ബീഫിൻ്റെ പീസെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ബാക്കി വെള്ളമെല്ലാം ഞാൻ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ ബാക്കി വന്ന വെള്ളം ഇപ്പോൾ ഒരു 2.5 കപ്പ് അളവിൽ എനിക്കുണ്ട്. നമുക്ക് ഈ വെള്ളം നമ്മൾ അരി വേവിക്കാനായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ ബാക്കി എത്ര വേണോ അത്രയും വെള്ളം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ 2.5 കപ്പ് ബീഫിൻ്റെ വേവിച്ച വെള്ളം ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടെ മാത്രമേ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. 2.5 കപ്പ് വെള്ളം എനിക്ക് ബാക്കി വന്നത് കൊണ്ടിട്ട് പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയാൽ ചോറെല്ലാം കുഴഞ്ഞ് മറിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ് ഇത് പ്രത്യേകം എടുത്തിങ്ങനെ പറയുന്നത്. ഇനി നമ്മുടെ ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്ക് അതിൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കബ്സ മസാല പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് മിക്സാക്കി എടുക്കുക. തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓളം തുറന്ന ബട്ടൺ പ്രസ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. ഇനി നമ്മൾ അരി വേവിക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേണം വേവിക്കാനായിട്ട്. 2 വിസിൽ വരുമ്പോൾ തന്നെ ഓപ്പൺ ആക്കുക, ലിഡ് ഓപ്പൺ ചെയ്യണം. അങ്ങനെ തന്നെ വെച്ചിരിക്കരുത്. മൂടി ഇങ്ങനെ വെച്ചിരുന്നാൽ അത് അരിയെല്ലാം കുഴഞ്ഞു പോകും. എനിക്കിപ്പോൾ അതേ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഫീൽ ചെയ്യും. പക്ഷേ അത് കുറച്ച് നേരം ഒരു 2 മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ആ വെള്ളത്തിൻ്റെ ഇതെല്ലാം കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം ശ്രദ്ധിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ മാറ്റി കൊടുത്താലും മതി കേട്ടോ. കുക്കറിൽ തന്നെ വെച്ചേക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.